ഇന്നത്തെ യാത്ര നമ്മൾ എറണാകുളത്തുള്ള സെൻട്രൽ സ്ക്വയർ മോളിലേക്കായിരുന്നു. കൊച്ചിക്കാർക്കൊട്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമെങ്കിലും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കവർ ചെയ്യുന്നത്. ഇത് നമ്മളുടെ സെൻട്രൽ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് MG റോഡിലാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് മെയ് 2013 ഇത് ഒരു ബ്രിഡ്ജസ് വേ ഹോൾഡിംഗ് കമ്പനി എന്ന ഒരു കമ്പനിയുടെ ഒരു അണ്ടറിലാണ് ഈ സെൻട്രൽ സ്ക്വയർ ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇത് ടോട്ടല് ഈ ഒരു ബിൽഡിംഗ് നിൽക്കുന്നത് 2.5 ഏക്കറിൽ ആണ് ഈ ഒരു ബിൽഡിംഗ് ഇവർ പണിത് തീർത്തേക്കുന്നത്. അത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 6,30,000 ചതുരശ്ര അടിയിലാണ് ഈ ഒരു മോള് ഇവർ പണിത് തീർത്തത്. പിന്നെ ഈ ഒരു മോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും കൂടുതലും നമ്മൾക്ക്, അതായത് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഫ്ലോർ വരുന്നത് 7 ഫ്ലോർ ആണ് ഇവർ ടോട്ടൽ ബിൽഡപ്പ് ഏരിയയിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ സെൻട്രൽ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു നമ്മൾ ഷോപ്പിലേക്ക് കയറുമ്പോൾ ഇതിനകത്ത് തന്നെ 4 ഫ്ലോറായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ബിഗ് ബസാറിൽ ഒരു 2 ഫ്ലോറായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാണുന്നതാണ് സെൻട്രൽ സ്ക്വയറിൻ്റെ ഫസ്റ്റത്തെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കയറുമ്പോൾ തന്നെ സെൻട്രൽ സ്ക്വയറിൻ്റെ ആണ് ഇവരുടെ ഷോപ്പ്. അതിൽ നമ്മളിപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണാൻ നിങ്ങൾക്ക് ഒരു കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സുകൾ വെച്ചേക്കുന്നത് അവിടെ കാണാം. എല്ലാം ബ്രാൻഡഡ് കമ്പനികളാണ് അവരവരുടെ ഡിസ്പ്ലേക്ക് വെച്ച്. ഇവർ ഏതാണോ പ്രോഡക്റ്റ് എടുക്കുന്നത് അതിൻ്റെ നമുക്ക് അതിൻ്റെ സാമ്പിൾ അവർ യൂസ് ചെയ്ത് കാണിച്ചു തരും. നമുക്ക് തൃപ്തികരമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അതിന് സെപ്പറേറ്റ് പൈസ ഒന്നും കൊടുക്കണമെന്നില്ല. കൂടുതൽ നമുക്കിവിടെ ഇപ്പോൾ കാണാൻ പറ്റും. കാര്യം എനിക്ക് കൂടുതൽ നേരം ഇത് വീഡിയോ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൊത്തം കവർ ചെയ്യാൻ സമയം പരിധി കൂടും. അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഓടിച്ചെടുക്കുന്നത്. ചില ഐറ്റംസിനൊക്കെ അവർ ഓഫർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ബ്രാൻഡഡ് ആണെങ്കിലും അവർ ചില സമയങ്ങളിൽ ഓഫറുകൾ വെക്കുന്നുണ്ടാവും. എല്ലാത്തിനും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ റാക്കിൽ കാണുന്ന എല്ലാ ഐറ്റവും നമുക്ക് 50% കിട്ടും. ഏതിനാണോ ഓഫർ വെച്ചേക്കുന്നത് അവിടെ മാത്രമേ നമുക്ക് ആ ഓഫർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ടാഗിൽ കാണുന്ന ആ ഒരു എമൗണ്ട് ഫുള്ള് നമ്മൾ പേ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഉള്ള എക്സിക്യൂട്ടീവ് ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായി കിട്ടും. ഈ തവണ പോയപ്പോൾ ഈ ഷൂസിനൊന്നും ഞാൻ പോയ സമയത്ത് വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ നല്ല ഓഫർ ഉണ്ടാവാറുണ്ട് ഈ ഷൂസിനൊക്കെ. ചെരുപ്പിനും ബാഗിന് അത്യാവശ്യം നല്ലൊരു ഓഫർ കണ്ട് 250 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ബാഗുകൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല ഓഫറായിട്ട് എനിക്ക് തോന്നി. കാര്യം 250-ന് ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെ ആയിരുന്നു. അപ്പോൾ അതൊരു നല്ല ഓഫറായിട്ട് തോന്നി. ഇനി വരുന്ന ഫ്ലോറുകളിലും കുറച്ച് ഓഫറുകളുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലോറിലേക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഓക്കെ, നമ്മളങ്ങനെ നടന്നു ചെയ്യുമ്പോൾ ഈ കാണുന്നത് ക്യാഷ് കൗണ്ടറാണ്. കാര്യം അവിടെ നമ്മൾ പേ ചെയ്യണം. ഏതാണോ നമ്മൾ ഫ്ലോറിൽ നിന്ന് എടുക്കുന്നത് അവിടെ തന്നെ അവർ ക്യാഷ് കൗണ്ടർ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അവിടെ വെച്ച് തന്നെ പേ ചെയ്താലേ നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ഈ സൺഗ്ലാസിനും 100 രൂപ മുതൽ അവൈലബിൾ ആണ്. സൺഗ്ലാസസുകൾ ബ്രാൻഡഡ് കമ്പനികളാണ് കൂടുതലും. നമുക്ക് ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞതുപോലെ എസ്കലേറ്ററുകൾ അവൈലബിൾ ആണ്. അത് ഇങ്ങനെ ഫുൾ ടൈം വർക്കിംഗ് ആണ്. നമുക്ക് സ്റ്റെയർ കയറി പോകണമെന്നില്ല. ഇപ്പോൾ ഈ വന്നേക്കുന്നത് നമുക്ക് ജെൻസിൻ്റെ ഐറ്റമാണ് കൂടുതൽ. നമ്മളിപ്പോൾ താഴെ നിന്ന് വന്നത് കൂടുതലും ലേഡീസ് ഐറ്റം ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു ഐറ്റം കൂടുതലും ആണുങ്ങളുടെയാണ്. അപ്പോൾ അത് കൂടുതലും ജീൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ബനിയൻസുകളും ഉണ്ട്. അപ്പോൾ ഇവിടെയും വലിയ കാര്യമായ ഓഫറുകളൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് എപ്പോഴാണ് ഓഫർ വരുന്നതെന്നുള്ളത് നമ്മൾ ഒന്നെങ്കിൽ അവർക്ക് നമ്മളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് SMS ആയിട്ട് എനിക്ക് വരാറുണ്ട് ഓഫറുകൾ ഉള്ള ദിവസം ഇന്ന ഐറ്റത്തിന്
ഓഫറുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ അവർ അവിടെ ഫീഡ് ചെയ്ത് വെക്കും. അപ്പോൾ അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാര്യം എന്തെങ്കിലുമൊക്കെ ഓഫർ വന്നു കഴിഞ്ഞാൽ അവർ SMS ആയിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റത്തിനാണ് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫർ ചില സമയത്ത് നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. ചില സമയങ്ങളിൽ ഇങ്ങനെ ഈ ബോക്സിൻ്റെ പൊക്കത്തായിട്ട് വെക്കുന്ന ഷൂസുകളൊക്കെ നല്ല ഓഫറുകളിൽ വെക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വെച്ചപ്പോൾ ഞാൻ അവിടെയുള്ള എക്സിക്യൂട്ടീവിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഓഫറൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അവരെന്തോ ഒരു മെയിൻ്റനൻസ് വർക്ക് കാരണം ആ ഷൂസുകൾ മാറ്റി വെച്ചേക്കണമെന്നാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് പറഞ്ഞത്. ബ്രാൻഡഡ് കമ്പനികളാകുമ്പോൾ അതിൻ്റേതായ റേറ്റുകൾ കാണും, അതിൻ്റെ ക്വാളിറ്റിയും ഉണ്ടാവും. അപ്പോൾ ഓഫറുള്ള സമയങ്ങളിൽ മാക്സിമം പോയി പർച്ചേസ് ചെയ്യുക. എപ്പോഴും ഓഫർ ഉണ്ടാവണമെന്നില്ല, എന്നാലും സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റങ്ങൾ തന്നെയാണ് അവിടെ. സെൻട്രൽ സ്ക്വയറിൻ്റെ അവരുടെ ആ ഒരു ഷോപ്പ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഈ ഫസ്റ്റ് ഫ്ലോറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് 4 നിലകളിൽ മേളിലേക്ക് പോവാം. ഈ കാണുന്ന ഈ ക്രിസ്മസ് സമയങ്ങളിലൊക്കെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇത് നല്ലതായിട്ട് ഇവർ അലങ്കരിക്കാറുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. എല്ലാ മോളുകളിലും ഈ ഇവരുടെ ഷോപ്പുകളിൽ കയറുമ്പോൾ ഇതുപോലെ ഒരു കൗണ്ടർ കാണാം. കാര്യം നമുക്ക് ബാഗുകൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം ഫ്രീ ഓഫ് കോസ്റ്റ്. ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് ക്ലോസ് ചെയ്ത് കാണുന്നു, കാര്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ താഴെ ഒക്കെ വരുമ്പോൾ ആ ഒരു കൗണ്ടർ അവിടെ ഓപ്പൺ ആയിരുന്നു. ഇവിടെ കുറച്ച് നേരം ഇരിക്കാം എന്ന് പറയുന്ന സ്ഥലം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. ആ ബെഞ്ചിൽ കുറച്ച് നേരം ഇരിക്കാം. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ നടന്ന് നീങ്ങണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും ഫുഡ് കോർട്ടിൽ പോയിരിക്കണം. വേറെ ഇരിക്കാനുള്ള സംവിധാനമൊന്നും ഈ സെൻട്രൽ സ്ക്വയറിൽ അവർ ഒരുക്കി വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. കുട്ടികളുടെ ആ ഒരു സ്ഥലം വരുമ്പോൾ അവർക്ക് അത് കുറച്ച് നേരം കൊണ്ട് നിൽക്കണം. ഇത് അറിയാം ആർച്ചിസാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് നേരം കുട്ടികൾ അവിടെ ആ ഡോളുകളെ കണ്ട് കുറച്ച് നേരം നിന്നു. ഞാൻ ഇത്തവണ പോയപ്പോൾ ആളുകൾ പൊതുവെ കുറവായിട്ട് എനിക്ക് തോന്നി. ഈ ഞായറാഴ്ച പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരുവിധം റഷ് ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ സെൻട്രൽ സ്ക്വയർ. പക്ഷേ ഇന്നത്തെ ദിവസം വലിയ ആൾത്തിരക്കുണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവിടുത്തെ ഇവർക്ക് ഒരു ബിസിനസ്സിന് ശരിക്കും ഒരു ഡൗൺ ആയി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ സിനിപോളിസ് ക്ലോസ് ചെയ്തത് അവർക്കതൊരു ഈ ഫുഡ് കോർട്ടൊക്കെ നടത്തുന്നവർക്കും ഭയങ്കരമായിട്ട് ബിസിനസ്സിന് ബാധിച്ച ഒരു കാര്യമാണ്. അത് ഇവർ കുറച്ച് നാൾ പ്രവർത്തിച്ചു. നമ്മളും ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അവിടെ സിനിമ കാണണം എന്നുള്ളത്. പക്ഷേ അതൊരു സെക്യൂരിറ്റി റീസൺ ആയതുകൊണ്ട് തന്നെ അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ
ഞാൻ അതിൻ്റെ എൻട്രൻസ് കാണിച്ചു തരാം. പക്ഷേ അത് നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല, കാര്യം അത് ക്ലോസ് ചെയ്തിട്ടേക്കുന്നത് വരും. അടുത്ത ഫ്ലോറുകളിൽ നമുക്കത് ആ ഒരു എൻട്രൻസ് ഞാൻ കാണാത്തവർക്ക് കാണിച്ചു തരാം. ശരിക്കും ഇതുപോലത്തെ മാളുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ശരിക്കും പോകുന്നത് തന്നെ അറിയില്ല. കാര്യം നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഒരു പകൽ സമയമാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കണ്ടു തീർത്ത് താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും രാത്രിയായി കാണും. എന്തായാലും ഒരു ദിവസം നമുക്ക് എന്തായാലും ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും നമുക്ക് സമയം തീർച്ചയായിട്ടും പോകുന്നത് അറിയില്ല. കാര്യം അതുപോലത്തെ കാഴ്ചകൾ ഇവിടെയുണ്ട്. ലുലുവിൻ്റെ അത്ര വലുതല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കാണാനുള്ള അതും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഉള്ള ഉടുപ്പുകളാണ് കൂടുതലും. അത് പെൺകുട്ടികൾക്കുള്ളതുമുണ്ട് ആൺകുട്ടികൾക്കുള്ളതുമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലോറിൽ കൂടിയാണ്. കാര്യം അവിടെ കുറേ കളിപ്പാട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വരും സമയം കാണാം. കാര്യം എൻ്റെ കുട്ടികളും വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലോറിൽ ഞാൻ കുറച്ച് കൂടുതൽ നേരം നിൽക്കേണ്ടി വരും. കാര്യം കുട്ടികൾ അതെല്ലാം കണ്ട് അവിടെ കളിക്കാൻ ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ കുട്ടികൾ ഇവിടെ നിന്ന് പോവുള്ളൂ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ എന്തായാലും നിൽക്കും. അവർ ഒരു ബോക്സിൽ എന്താണോ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കാണുന്ന ഈ ബോക്സിലുള്ള എല്ലാ ഐറ്റവും ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് അവിടെ വെച്ചിരിക്കുന്നത്. കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യും. അതുകൂടാതെ നമുക്ക് കൂടി ആ ഒരു കാഴ്ച ശരിക്കും ഇഷ്ടപ്പെടും. കാര്യം അത് കാണാൻ തന്നെ ഒരു ഭംഗി തന്നെയാണ്. അത് അവർ ആ ഒരു ബോക്സിനകത്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഈ ഒരു ബോബി ഡോൾസൊക്കെ വെച്ചേക്കുന്ന ബോക്സ് കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും ആ ഒരു ബോക്സിൽ നിന്ന് ഈ ഒരു ഡോളിയെ പുറത്തെടുത്താൽ കഴിയുന്ന ഭംഗിയെ ശരിക്കും ഈ ഒരു പ്രോഡക്റ്റുകളിന് ഉള്ളൂ. പക്ഷേ കുട്ടികളെ ആകർഷിക്കാൻ തന്നെ അവർക്ക് നല്ല മനോഹരമായിട്ട് തന്നെ അവരത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കതറിയില്ല, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഭംഗി ഇല്ല എന്നുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലോറാണിത്. ആ കളിപ്പാട്ടങ്ങൾക്കും ചെറിയ ചെറിയ ഓഫറുകൾ കണ്ടു. അത്ര വലിയ ഓഫറൊന്നും അല്ല, എങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ ഉള്ള ഓഫറുകൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ. പല മോഡൽസിലുള്ള കാറുകളാണ്. അത് റിമോട്ടിൻ്റെ കാറുകളുണ്ട്, അല്ലാതെ ജസ്റ്റ് ഷോ ആയിട്ട് വെക്കുന്ന കാറുകളും ഉണ്ടായിരുന്നു.
ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബാഗാണ്. അത് കണ്ട നമ്മൾ ഒരു സൈഡിൽ വേറൊരു ഡിസൈനും നമ്മൾ കൈവച്ച് ഇങ്ങനെ മേൽപോട്ടാക്കി കഴിഞ്ഞാൽ അത് വേറൊരു ഡിസൈനാണ്. ഒരു സീക്വൻസിൻ്റെ ഒരു ചെറിയൊരു വർക്കായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. പഴയതാണ്, പുതിയ ഐറ്റം ഒന്നുമല്ല. എങ്കിലും ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷനാണ്. കുറച്ച് ടോയ്സുകൾ അവർ വെക്കും. പല സമയത്തും പല പല ടോയ്സുകളായിരിക്കും. ജസ്റ്റ് കുട്ടികൾക്ക് ജസ്റ്റ് ടൈം പാസിന് വേണ്ടി അവർ വെക്കുന്നതാണത്. പിന്നെ കുറച്ച് പേര് വാങ്ങുകയും ചെയ്യും. പ്ലേറ്റുകളും മറ്റ് ഗ്ലാസ്സുകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസുകളാണ്. നമ്മൾ സാധാരണ ഒരു ക്രോക്കറി ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലത്തെ ഐറ്റങ്ങൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഇവിടെയും ചെറിയ ചെറിയ ഓഫറുകളൊക്കെ കണ്ടു. ഷോക്കേസിൽ വെക്കുന്ന ഐറ്റങ്ങളായാലും ബെഡ്റൂമിൽ വെക്കുന്ന ലാമ്പുകളായാലും അങ്ങനെ കുറേ ഐറ്റംസുകൾ അവിടെ ഉണ്ടായിരുന്നു. അത് കാണാനുള്ള ഭംഗി കാരണം നമ്മൾ കുറച്ച് നേരം വീണ്ടും അവിടെ ചിലവഴിച്ചു. ഈ ഒരു കൗണ്ടറിൽ ചെല്ലുമ്പോൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ സൂക്ഷിക്കുക. കാര്യം അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം നമ്മളുടെ കയ്യിൽ നിന്ന് ബ്രോക്കൺ ആവുന്ന പീസിൻ്റെ ക്യാഷ് നമ്മളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങും എന്ന് അവരോടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളായിട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു കണ്ണ് വെച്ചേക്കുക. കാര്യം അവർ തട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ കയ്യിലെ പൈസ തന്നെ നഷ്ടപ്പെടും. കുറേയൊക്കെ നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ തന്നെയാണ് അവിടെ. പക്ഷെ അവർ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല വിലകൾ വരും. ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് അതിൽ കഴിവുള്ളവരുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ക്രാഫ്റ്റ് വർക്കുകൾ മാത്രം. നമുക്കിപ്പോൾ എസ്കലേറ്റർ വഴി വരാതെ തന്നെ അവർ എല്ലാ ഫ്ലോറിലും ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് എസ്കലേറ്റർ വഴി വരാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് വഴി വരാനുള്ള സംവിധാനം കൂടി സെൻട്രൽ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ മാളുകളിൽ വരുമ്പോൾ എന്തായാലും കൂടുതലും ആൾക്കാർ ഈ എസ്കലേറ്റർ വഴിയേ അവർ കൂടുതലും വരുള്ളൂ. ഇതൊരു മുടിവെട്ട് കടയാണ്. അത്യാവശ്യം തിരക്കുള്ളൊരു ഹെയർ കട്ട് ഷോപ്പ് കൂടിയാണത്. ഇന്ന് അത്ര വലിയ തിരക്കുകൾ കണ്ടില്ല. ചില സമയങ്ങൾ വരുമ്പോൾ അവിടെ ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ
മുടി വെട്ടുന്നത്. ഈ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന വ്യക്തി ഒരു VR സ്കോപ്പ് വെച്ചാണ് ആ ഒരു കണ്ണിൻ്റെ ഭാഗത്തായിട്ട് കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് കണക്ട് ചെയ്തേക്കുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ പുള്ളി ആ ഒരു VR സ്കാനറിൽ കൂടി കാണുന്നത് പുള്ളിക്ക് ഡയറക്റ്റായിട്ട് ആരോ ബോൾ എറിയുന്നു, പുള്ളി ആ ബാറ്റ് വെച്ച് അടിക്കുന്നു. അതാണ് പുള്ളി ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ പുള്ളി വെറുതെ വീശുന്നതായിട്ട് കാണും. പക്ഷേ ഈ കാണുന്ന മോണിറ്ററിൽ പുള്ളി ബാറ്റ്സ്മാനായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ പുള്ളിക്ക് വിഷ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഒരാൾ ബോൾ ചെയ്യുന്നു, അപ്പോൾ ആ ബോളിൽ പുള്ളി ഹിറ്റ് ചെയ്യുന്നതായിട്ടാണ് പുള്ളിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടി അവരൊരു മോണിറ്റർ വെച്ചേക്കുന്നത്. ഇപ്പോൾ പുള്ളി ആ ഒരു ഓവറിൽ ഔട്ടായി. അത് പറഞ്ഞത് 200-300 രൂപ 3 ഓവർ എന്ന് പറയുമ്പോൾ ഒരു ഓവറിൽ 6 ബോൾ വരും. പിന്നെ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ റിലാക്സിങ് ചെയർ എന്ന് പറയുന്നൊരു ഐറ്റമാണ്. അത് 60 രൂപയാണ്. ഒരു എത്ര മിനിറ്റാണ് എന്ന് ഞാൻ ഓർക്കണില്ല. 60 രൂപയാണ്. അരമണിക്കൂറാണെന്നാണ് എൻ്റെ, അരമണിക്കൂറല്ല 15 മിനിറ്റോ എന്തോ ഉള്ളൂ, അതിൻ്റെയാണ് ആ ഓഫർ. അത് ജസ്റ്റ് അവിടെ ഇരുന്നാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. അതാണ് ആ ഒരു റിലാക്സിങ് ചെയറിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങളങ്ങനെ ആ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് എസ്കലേറ്റർ വഴി മേളിലേക്ക് നടന്നു. നമുക്ക് ഈ മാളുകളിൽ കൂടുതലും തന്നെ കാണാൻ കഴിയുന്നത് ഡ്രസ്സുകളായിരിക്കും കൂടുതലും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന കുട്ടികൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു ഇതാണ്. ഒരു റൗണ്ടിന് 100 രൂപ. ജസ്റ്റ് ഒരു റൗണ്ട് എടുത്ത് വരും, അത്രയേ ഉള്ളൂ. അതിന് മണിക്കൂറോ മിനിറ്റോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു റൗണ്ടിനാണ് ആ ഒരു എമൗണ്ട്. ആ കുട്ടിയെ ഇരുത്തിയതിന് ശേഷം ഒരാൾ അതിൽ റിമോട്ട് വെച്ച് ആ കാറിൻ്റെ പുറകെ യാത്ര ചെയ്യും. ഇത് ബിഗ് ബസാറാണ്. ബിഗ് ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാര്യം എല്ലാ തരം റീറ്റെയിൽ എക്യുപ്മെൻറ്റ്സുകളും അവൈലബിൾ ആയിരിക്കും. ഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം ഉണ്ടാവും. A to Z ആയിട്ടുള്ള ഐറ്റംസുകൾ ഈ ബിഗ് ബസാറിലുണ്ട്. ഒട്ടുമുക്ക എല്ലാ മാളുകളിലും ഇതിപ്പോൾ അവൈലബിൾ ആണ് ബിഗ് ബസാറുകൾ. ഈ ബിഗ് ബസാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും ഓഫേഴ്സുകൾ ഉണ്ടാവും. അത് ഇപ്പോൾ ഒരു ഐറ്റം തന്നെ ആയിരിക്കണം എന്നില്ല, എങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫർ കാണാതെ പോകേണ്ടി വരില്ല. എന്തെങ്കിലുമൊക്കെ ഐറ്റത്തിന് ഓഫറുകൾ അവർ വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ബിഗ് ബസാറിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് അകത്ത് കയറി എന്തിനൊക്കെയാണ് ഓഫർ എന്ന് ഞങ്ങൾ നോക്കാറുണ്ട്. അത് എല്ലാ മലയാളികളുടെയും ഒരു പ്രത്യേകതയാണ്. ജസ്റ്റ് വന്ന് നോക്കും മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത്യാവശ്യം ആണെങ്കിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യും. എങ്കിലും ബിഗ് ബസാറിൽ കയറാറുണ്ട് ഒട്ടുമിക്ക സമയങ്ങളിലും സെൻട്രൽ സ്ക്വയറിൽ വന്നു കഴിഞ്ഞാൽ. ഈ ഒരു കൗണ്ടറിൽ ഒട്ടുമിക്ക എല്ലാ സമയങ്ങളിലും ഓഫറുകൾ ഉണ്ടാവും. റേറ്റുകൾ പല ടൈമിൽ പല റേറ്റുകളായിരിക്കും. അപ്പോൾ ഇത് ഓഫർ റേറ്റുകളാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഓഫർ റേറ്റ് എന്ന് പറഞ്ഞ് പല റേറ്റുകളും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് റേറ്റ് എത്രയാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാര്യം ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് എനിക്ക് അങ്ങനെ മനസ്സിലായില്ല.
ഇവിടെയും വെജിറ്റബിൾ ചോപ്പർ അവൈലബിൾ ആയിരുന്നു. ഓൺലൈനിലും റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു അവിടെ. ട്രോളി ബാഗുകൾക്ക് എല്ലാത്തിനും ഓഫർ എന്ന് വെച്ചിട്ടുണ്ട്. എല്ലാ ബാഗിനും ഓഫറുകൾ ഉണ്ടായിരുന്നു ട്രോളി ബാഗുകൾക്ക്. നമ്മളിപ്പോൾ ഈ കയറുന്നത് ബിഗ് ബസാറിൻ്റെ അടുത്തൊരു ഫ്ലോറിലേക്കാണ്. അവരുടെ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് ഫ്ലോർ. അവിടെ കൂടുതലും ഡ്രസ്സും ഷൂസും ഉള്ളതായിരുന്നു ഇവരുടെ ഈ വരുന്ന ഫ്ലോറ്. ഇവിടെ അത്യാവശ്യം നല്ല ഓഫറുകൾ ഇവർ ഇടാറുണ്ട്. പക്ഷേ ഞാൻ വന്ന ഈ സമയത്ത് വലിയ ഓഫറുകളൊന്നും കണ്ടില്ല. ആണുങ്ങളുടെ ജീൻസിനായാലും ഷർട്ടായാലും ഒക്കെ നല്ല ഓഫറിൽ ഈ ബിഗ് ബസാറിൽ ഈ ഒരു ഫ്ലോറിൽ കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു ദിവസം വലിയ ഓഫറൊന്നും ഞാൻ കണ്ടില്ല. ചുമ്മാ നമ്മുടെ മോദിജിയുടെ കോട്ടൊന്ന് ഇട്ട് നോക്കിയതാണ്. എടുത്തൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഇട്ട് നോക്കിയെന്നുള്ളൂ. Before they say move for me, move for me, move for me, hey. And when you're done, I'm back to do that again. They say dance for me, dance for me, dance for me, oh 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 oh. I never seen anybody do the things you do before. അങ്ങനെ ഞങ്ങൾ ബിഗ് ബസാറിലെ കാഴ്ചയും കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത്തെ സൈഡിൽ ഓടി കുറച്ച് നടന്നു കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എസ്കലേറ്ററിൽ കൂടിയായിരുന്നു ആദ്യം ഞങ്ങൾ സിനിമ പോളീസിലൊക്കെ കയറുന്ന ഒരു എൻട്രൻസ്. അതിപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ കാരണം ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് കയറാനുള്ള ഒരു അനുവാദം നമുക്കില്ല. ഇത് പൂട്ടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തീപിടുത്തം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജനങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു എക്സിറ്റ് സംവിധാനത്തിൻ്റെ പിഴവാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ബിഗ് ബസാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കവിടെ കുറേ ഫുഡ് കോർട്ടുകൾ കാണാം. പല വെറൈറ്റിയിലുള്ള ഫുഡ് കോർട്ടുകൾ അവിടെ ഉണ്ട്. പക്ഷേ പണ്ട്, അതായത് ഈ സിനി പോളീസ് ഉള്ള സമയങ്ങളിൽ പോലെയുള്ള ഫുഡ് കോർട്ടുകൾ ഇപ്പോൾ അവിടെ ഇല്ല. കാര്യം അവർക്ക് പണ്ടത്തെ പോലുള്ള ബിസിനസ്സുകൾ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഗെയിംസുകൾ പോലും അവിടെ ഇല്ല. കുട്ടികൾക്ക് ഇവിടെ വരാനുള്ള താല്പര്യം അവിടെ ഗെയിംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഗെയിംസുകൾ ഇപ്പോൾ അവിടെ അതൊക്കെ അവർ നിർത്തിപ്പോയി. കാര്യം അവർക്ക് റെൻറ്റ് കൊടുത്ത് അത്രമാത്രം കസ്റ്റമറും ഇല്ലാത്തതുകൊണ്ട് പല സ്ഥാപനങ്ങളും അവിടെ നിന്ന് പൂട്ടി.
ന് വേണ്ടി ഒരു ഏരിയ അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്, ചെറിയ കുട്ടികൾക്ക് മാത്രം. അത്യാവശ്യം നല്ലൊരു ഫ്ലേവറിലുള്ള ഐസ്ക്രീം തന്നെയായിരുന്നു അത്. നമുക്ക് നോർമലായിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ള ഐസ്ക്രീമിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലേവർ തന്നെയാണ് ഈ ഒരു മെക്ഡോൾസിൻ്റെ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഐസ്ക്രീം. അങ്ങനെ ഇന്നത്തെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പറഞ്ഞതുപോലെ തന്നെ രാത്രിയായിട്ടുണ്ട്. നമ്മൾ വൈകിട്ട് കയറിയതാണ്, രാത്രിയായി, ഇരുട്ടായി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഷെയർ ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ ഒരു ചാനൽ മറ്റുള്ളവർ കണ്ട് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഈ ചാനലിൽ ആൾക്കാർ വരികയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഈ ചാനലിലേക്ക് ആളുകൾ വരുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഖുദാഫീസ്, ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്.